ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം ജനറൽ പേപ്പറിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സിൽ അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കറിയാം എല്ലാ തവണയും അവാർഡ്സ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് വരാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025 അവാർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ദെൻ ഇതുകൂടാതെ 2 പാർട്ടിലൂടെ ആയിട്ട് നമ്മൾ ബാക്കിയുള്ള മുഴുവൻ ഏരിയാസും കംപ്ലീറ്റ് ആക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ടൈം ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ടൈം ടേബിൾ അനുസരിച്ച് നമ്മളുടെ ക്ലാസ്സുകൾ വളരെ ഷോർട്ട് ടൈമിലേക്കുള്ള നമ്മുടെ ക്രാഷ് കോഴ്സ് ഇനിയും അവൈലബിൾ ആണ്. നമ്മൾ നാളെ മുതൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ ഓരോ ഏരിയയും മനസ്സിലാക്കി പഠിച്ചു പോകുന്ന ഒരു അവസരം ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ആവാനായിട്ട് പറ്റും. നമ്മളുടെ റെക്കോർഡ് സെക്ഷൻ പ്ലസ് അതിൻ്റെ ഞാനെടുത്ത PPTന്റെ PDF നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ ടൈം ടേബിൾ അനുസരിച്ച് അപ്ലോഡ് തരും. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓരോ ഏരിയയ്ക്കകത്തും അതിൻ്റെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റൻസും മോഡൽ ക്വസ്റ്റൻസും എല്ലാം പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. First one, which athlete was named Men's World Athlete of the Year 2025? 2025 മെൻസ് വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2025, അതായത് പുരുഷ ലോക അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? അതാണ് അർമാൻഡ് ഡ്യൂപ്ലന്റിസ് എന്ന് പറയും. അർമാൻഡ് ഡ്യൂപ്ലന്റിസ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇവരുടെ പേരൊക്കെ ഇച്ചിരി പാടാണ്, പക്ഷെ ഓർത്തു വെക്കുക. അർമാൻഡ് ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്ന ആൾക്കാണ് മെൻസ് വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ അവാർഡ്. ദെൻ അവിടെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. വനിതകളുടേത് നമ്മൾ പുരുഷൻ്റേത് പറഞ്ഞു, അല്ലെങ്കിൽ മെൻസ് വേൾഡ് അത്ലറ്റ് പറഞ്ഞു. ഇനി അതേ സമയത്ത് നമ്മൾ ഓർത്ത് വെക്കണം നമ്മളുടെ വുമൻസ് വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2025 ആരാണ്? സിഡ്നി. അത് ഓർത്ത് വെക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. സിഡ്നി മക് ലൗഗ്ലിൻ എന്ന് പറയും. സിഡ്നി മക് ലൗഗ്ലിൻ ലെവ്റോൺ USA-കാരിയാണ്. ഓർത്ത് വെക്കാം, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സിഡ്നി എന്നുള്ള പേരെങ്കിലും കൃത്യമായിട്ട്. അർമാൻഡും ദെൻ അതിന് സിഡ്നി. ഇതാണ് മെൻസ് വേൾഡും വുമൻസ് വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2025. നെക്സ്റ്റ്, who won the best FIFA men's player award in 2025? ഫിഫ നമുക്കറിയാം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡ്. അപ്പോൾ അതിൽ ബെസ്റ്റ് ഫിഫ പ്ലെയർ മെൻസ് വിഭാഗത്തിൽ ആർക്കാണ്? ഔസ്മാൻ ഡെംബലെ. ദെൻ വനിതകളിൽ വുമൻസിന്റെ കേസിൽ ആർക്കാണ്? ഐറ്റാന ബോൺമതി, സ്പെയിൻകാരിയാണ്. ഇനി ഗോൾ കീപ്പേഴ്സും കൂടെ നോക്കി വെക്കാം. മെൻസിൽ ഗിലാൻ ലൂയിഗി ഡോണറുമ്മ, വുമൺ ഹന്ന ഹാംടൺ. ഇത്രയും പേര് ഓർക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്ത് നോക്കേണ്ടത് നമ്മുടെ ഫിഫ മെൻസ് പ്ലെയറും വുമൻസ് പ്ലെയറും ഓർക്കുക. ആരൊക്കെയാണ്? ഔസ്മാനും ഐറ്റാനയും മറന്നു പോകരുത്. ഫിഫ മെൻസ് പ്ലെയർ ഔസാന, ഔസ്മാൻ, ഐറ്റാന എന്ന് പറയുന്നത് വുമൺ. ഓക്കെ. നെക്സ്റ്റ്, who received the PM രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2025 from the President of India in sport category? PM രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2025 പ്രസന്റ് ചെയ്തത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആണ്. 2025 20 കുട്ടികൾക്ക് 6 കാറ്റഗറിയിലായിട്ട് 20 കുട്ടികൾക്കാണ് ഈ പറഞ്ഞ PM രാഷ്ട്രീയ ബാൽ പുരസ്കാർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറീസ് ആണ്? ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, ബ്രേവറി ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, സോഷ്യൽ സർവീസ് ഉണ്ട്, സ്പോർട്സ്, എൻവയോൺമെന്റ്. ഇതിൽ നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്ന 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം. ആർക്കാണ് കായിക വിഭാഗത്തിൽ, അതായത് സ്പോർട്ട് കാറ്റഗറിയിലെ കായിക വിഭാഗത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും ഈ പറഞ്ഞ ബാലപുരസ്കാരം കിട്ടിയിരിക്കുന്ന ആർക്കാണെന്നുള്ളതാണ്. അത് കിട്ടിയിരിക്കുന്ന വൈഫ് ഓഫ് സൂര്യവംശിയാണ്. ആർക്കാണ്? വൈഫ് ഓഫ് സൂര്യവംശി. നെക്സ്റ്റ്, നമ്മൾ അടുത്തിടെ ന്യൂസിലെല്ലാം കണ്ടതാണ്. ഹു ഹാസ് ബീൻ അവാർഡ് ദ ഫസ്റ്റ് ഫിഫ പീസ് പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപ്. ഓർത്തു വെക്കുക, ഫസ്റ്റ് ഫിഫ പീസ് പ്രൈസ് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപ്. നെക്സ്റ്റ് ഓർത്തു വെക്കുക, ഹു വാസ് ഹോണേഡ് ആസ് പെറ്റ ഇന്ത്യാസ് പേഴ്സൺ ഓഫ് ദ ഇയർ 2025. പെറ്റ ഇന്ത്യാസ് പേഴ്സൺ ഓഫ് ദ ഇയർ 2025 കിട്ടിയിരിക്കുന്ന ആർക്കാണ്? രവീണ ടാൻഡൻ. ഓർത്തു വെക്കുക, രവീണ പെറ്റ ഇന്ത്യാസ് പേഴ്സൺ ഓഫ് ദ ഇയർ 2025 രവീണ. നെക്സ്റ്റ്, who became the youngest and first Asian to receive the Global Humanitarian Award from the Global Human Society. Global Human Societyയുടെ Global Humanitarian Award കിട്ടിക്കുന്ന യങ്ങസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഏഷ്യൻ ആരാണ്? അത് ആനന്ദ് അംബാനിയാണ്. റിലയൻസ് ഗ്രൂപ്പിന്റെ ആരാണ്? ആനന്ദ് അംബാനിക്കായിട്ട് കിട്ടിക്കുന്ന കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. നെക്സ്റ്റ്, വിച്ച് അവാർഡ് ഡിഡ് PM നരേന്ദ്രമോദി റിസീവ് ഫ്രം എത്യോപ്യ? എത്യോപ്യയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ഗ്രേറ്റ് ഹോണർ നിഷാൻ ഓഫ് എത്യോപ്യ എന്നുള്ള അവാർഡാണ്. ഓർത്തു വെക്കാം, നമ്മളുടെ നരേന്ദ്രമോദിക്ക് എത്യോപ്യയിൽ നിന്ന് കിട്ടിയ അവാർഡ് ഗ്രേറ്റ് ഹോണർ നിഷാൻ ഓഫ് എത്യോപ്യ. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഹു വൺ ദ 2025 UNEP ചാമ്പ്യൻ ഓഫ് ദ എർത്ത് അവാർഡ്?
അത് UNEP UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാം നൽകുന്ന ഏറ്റവും വലിയ ഹൈഗസ്റ്റ് പറയുന്നത് അത് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അത് നമ്മുടെ സുപ്രിയ സാഹു. 2020 അതിൻ്റെ വിന്നർ ഓർത്ത് നോക്കണം, സുപ്രിയ. അദ്ദേഹം ഇവർ നമ്മുടെ തമിഴ്നാടിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ഓർത്ത് നോക്കുക, തമിഴ്നാടിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള സുപ്രിയ സാഹുവിനാണ് UNEPയുടെ ഏറ്റവും ഹൈഗസ്റ്റ് എൻവയോൺമെൻറ്റൽ ഹോണർ ആയിട്ടുള്ള ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് 2025 നേടിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഹു റിസീവ് ദ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024? 2025 അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു, പക്ഷെ നമുക്ക് എക്സാമിന് വരാൻ അതൊരു ചാൻസ് ഇല്ല. ചാൻസ് ഉള്ളത് ഈ പറയുന്ന ഈ 2024 അപ്പോൾ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024 കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? മിഷേൽ ബാച്ചലറ്റ്. ആർക്കാണ്? മിഷേൽ ബാച്ചലറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ പീസ്, അതായത് സമാധാനത്തിലുള്ള മികച്ച സംഭാവനകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് നേരത്തെ 25 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1 crore ആണ്. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല, പുറത്ത് വെക്കുക. പ്രൈസ് 25 lakh അല്ല, 1 crore ആണ്. ദെൻ 2024 വിന്നറെ മറക്കണ്ട, ആരാണ്? മിഷേൽ ബാച്ചലറ്റ്. പുള്ളിക്കാരി നമ്മുടെ ചിലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. 2025 നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ലെങ്കിൽ നമുക്ക് നോക്കി വെക്കാം. നമ്മളുടെ ഗ്രാസ മാച്ചൽ എന്ന് പറയുന്ന ആൾക്കാണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2025 കിട്ടിയെന്നൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആർക്കാണ്? ഗ്രാസ മാച്ചലിനാണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2025 നേടിയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ് വൺ ദ ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഇൻ 6th നാഷണൽ വാട്ടർ അവാർഡ് 2024? നാഷണൽ വാട്ടർ അവാർഡ് എന്ന് പറഞ്ഞാൽ വലിയ പഴക്കമുള്ളതൊന്നല്ല. അതായത് മിനിസ്ട്രി ഓഫ് ജലശക്തി 2018 തൊട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് നാഷണൽ വാട്ടർ അവാർഡ് എന്ന് പറയുന്നത്. അതിൽ 2024 വേർഷനാണ് നമുക്കിപ്പം എക്സാമിന് ഓർത്ത് വെക്കാനുള്ളത്. 6th നാഷണൽ വാട്ടർ അവാർഡാണത്. 10 കാറ്റഗറി ആയിട്ടാണ് കൊടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഓർത്ത് വെച്ചാണ് ഫസ്റ്റ് പ്രൈസ് മഹാരാഷ്ട്ര. ദെൻ രണ്ടാമത്തത് ഗുജറാത്ത്. ദെൻ ബെസ്റ്റ് ഡിസ്ട്രിക്ട് അത് ഓർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഓർത്ത് വെക്കാം. മിർസാപൂർ എന്ന് പറഞ്ഞ UP നോർത്ത് സോൺ അനുസരിച്ച്, തിരുനെൽവേലി സൗത്ത് സോണിന്റെ ബേസിൽ, ഹാർഗോൺ വെസ്റ്റ്, ദെൻ രാജ്നന്ദ്ഗാവ് ഈസ്റ്റ് സോൺ. അപ്പം ഇത് വേണമെങ്കിൽ ഓർത്ത് നോക്കി, ഇതങ്ങ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് നാഷണൽ അവാർഡ് നേടിക്കുന്ന സ്റ്റേറ്റ് ഫസ്റ്റ് പ്രൈസ് മഹാരാഷ്ട്ര, സെക്കൻഡ് ഗുജറാത്ത് എന്ന് ഓർക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് നോക്കുന്ന ബെസ്റ്റ് പഞ്ചായത്ത് അതൊന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ബെസ്റ്റ് പഞ്ചായത്ത് ആന്ധ്രാപ്രദേശിലെ ദുബിഗാനിപ്പള്ളി ആൻഡ് അന്നമയ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനാണ് ഈ പറയുന്ന നാഷണൽ വാട്ടർ അവാർഡിൽ ബെസ്റ്റ് പഞ്ചായത്ത് അടുത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ബെസ്റ്റ് അർബൻ ലോക്കൽ ബോഡി ആണെങ്കിൽ അത് നവി മുംബൈ ആണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്ത് നോക്കുന്നത് നമ്മുടെ ബെസ്റ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര എന്ന് മറക്കണ്ട, സെക്കൻഡ് ഗുജറാത്ത്. നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ എയർപോർട്ട് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു അച്ചീവ് വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ്? അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നുന്നത് എന്താണ് ഈ വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? അതായത് ഉപയോഗിക്കുന്ന വാട്ടറിനേക്കഞ്ഞും ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം പുനഃസ്ഥാപിക്കുന്നതാണ് ഈ പറഞ്ഞ വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് ജലം എത്ര ഉപയോഗിക്കുന്നു, ഇപ്പോൾ 10 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നത്? ശുദ്ധജലം പുനഃസ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പുനഃസ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഏത് എയർപോർട്ടാണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, ഏത് എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ജല പോസിറ്റീവ് പദവി നേടിയിരിക്കുന്നത്? അത് മറ്റൊരു എയർപോർട്ടും അല്ല, നമ്മളുടെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ്. ഓർത്ത് നോക്കുക, വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യയിലെ എയർപോർട്ട് ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ്. ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ നീതി ആയോഗാണ്. അതുകൊണ്ട് ഓർത്ത് വെച്ചോണം, അത് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ നീതി ആയോഗിന്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് റെയിൽവേ സ്റ്റേഷൻ വോൺ ദ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് 2025? അത് കിട്ടിയിരിക്കുന്നത് മിയാന എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് 2025 മിയാന റെയിൽവേ സ്റ്റേഷൻ മധ്യപ്രദേശിലുള്ളതാണ്. മധ്യപ്രദേശിലെ മിയാന റെയിൽവേ സ്റ്റേഷനാണ് നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് 2000 നേടിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. അത് കൊടുത്തിരുന്നത് നമ്മുടെ ദ്രൗപദി മുർമു ആയിരുന്നു. അത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് വെച്ചാൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ അവരാണ് ശരിക്കും ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അവാർഡിൻ്റെ എനർജി എഫിഷ്യൻസിയാണ് ഇത് കൊടുക്കുന്നത്. അത് പ്രസന്റ് ചെയ്തത് ആരാണ്? നമ്മുടെ ദ്രൗപദി മുർമു ആണ്. റെയിൽവേ സ്റ്റേഷൻ മറക്കരുത്, മിയാന റെയിൽവേ സ്റ്റേഷനാണ് നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് 2025 നേടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഫിലിം വൺ ദ ഗോൾഡൻ പീകോക്ക് അവാർഡ് അറ്റ് ദ 56th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ? ഗോവയിൽ വെച്ച് നടന്ന 56th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഗോൾഡൻ പീകോക്ക് നേടിയ ഫിലിം ഏതാണ്? 56ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം അല്ലെങ്കിൽ ഗോൾഡൻ പീകോക്ക് നേടിയ ചിത്രം എന്ന് പറയുന്നത് സ്കിൻ ഓഫ് യൂത്ത് ആണ്. എത്തോക്ക, സ്കിൻ ഓഫ് യൂത്ത്. ദെൻ ഗോൾഡൻ പീകോക്ക് മറക്കണ്ട, സ്കിൻ ഓഫ് യൂത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഓർക്കാം. ദെൻ അതിൻ്റെ ഈ പറയുന്ന നമ്മളുടെ 56th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? സന്തോഷ് ദക്കാവർ. ദെൻ മികച്ച നടൻ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത്
ഉബൈമർ റിയോസ്. ദെൻ മികച്ച നടി ജാര സോഫിജ ഓസ്താൻ. നെക്സ്റ്റ്, ഹു ഹാസ് ബീൻ അവാർഡഡ് മനോഹർ പരീക്കർ യുവ സയന്റിസ്റ്റ് അവാർഡ് 2025 കിട്ടിയിരിക്കുന്നത് ഡോക്ടർ സായ് ഗൗതം ഗോപാലകൃഷ്ണൻ. ഓർത്തു വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. 2025 മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ സായ് ഗൗതം ഗോപാലകൃഷ്ണൻ. Next one, very important, who has been crowned as Miss Universe 2025. Miss Universe 2025 കിട്ടിയിരിക്കുന്നത് ഫാത്തിമ ബോഷ് ആണ്. ഫാത്തിമ ബോഷ്, പുറത്തു നോക്കാം, ഫാത്തിമ ബോഷ്. ദെൻ ഇത് 73ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരമായിരുന്നു നടന്നത്. എന്നാണ് 73ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരമാണ് നടന്നത് തായ്ലൻഡിൽ വെച്ചിട്ടായിരുന്നു. ഇതിനൊരു തീമുണ്ട്, ദ പവർ ഓഫ് ലവ് എന്നുള്ളതായിരുന്നു 73ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ തീം എന്ന് പറയുന്നത്. ദെൻ വിന്നറിനെ മറക്കണ്ട, ഫാത്തിമ ബോഷ്. ദെൻ പുള്ളിക്കാരി മെക്സിക്കോക്കാരിയാണ്. ഫസ്റ്റ് റണ്ണർ ആയത് പ്രവീനാർ സിംഗ്, തായ്ലൻഡിൽ അബാസിലി എന്ന് പറയും, വെനിസുവേലക്കാരിയാണ്. അപ്പം ഇത് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക, നമ്മളുടെ വിന്നറെ മറക്കാതെ ഓർത്ത് നോക്കുക. നെക്സ്റ്റ്, ഹു ഹാസ് വൺ ബുക്കർ പ്രൈസ് 2025. ബുക്കർ പ്രൈസ് 2025 കിട്ടിയിരിക്കുന്ന ഓർത്ത് വെക്കുക, ഇംഗ്ലീഷിലുള്ള രചനയാണ്. ബുക്കർ പ്രൈസ് 2025 ഡേവിഡ് സാലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന് പറയുന്ന നോവലിന്. ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതിയാണെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ബാനു മുഷ്താഖ് ഹാർട്ട് എന്ന് പറയുന്ന കൃതിക്കാണ്. ഓർത്തുക, ഹാർട്ട്. നെക്സ്റ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, വിച്ച് ബാങ്ക് റെസീവ്ഡ് വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 അവാർഡ്. ലോകത്തിലെ ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ സ്വന്തം SBIക്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവാർഡ് കൊടുക്കുന്നത് ഗ്ലോബൽ ഫിനാൻസ് ആണ്. പുറത്തു നോക്കുക, ഗ്ലോബൽ ഫിനാൻസിന്റെ വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 ആരാണ്? SBI. നെക്സ്റ്റ്, വിച്ച് ഫിലിം വൺ ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ഫിലിം ഫെയർ അവാർഡ് 2025. 70ാമത്തെ ഫിലിം ഫെയർ അവാർഡ് 2025 ബെസ്റ്റ് ഫിലിം ലാ പാട്ട ലേഡീസ്. ബെസ്റ്റ് ഡയറക്ടർ കിരൺ റാവു, ലാ പാട്ട ലേഡീസ് എന്ന് പറഞ്ഞ ഫിലിമിന് തന്നെ. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് കാർത്തിക് ആര്യനും ദെൻ അതുപോലെ തന്നെ അഭിഷേക് ബച്ചനുമാണ്. ദെൻ ബെസ്റ്റ് ആക്ട്രസ് ആലിയ ഭട്ട്. Next, very important, how many teachers were honored with the National Teachers Award 2025? നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് 2025 കിട്ടിക്കുന്ന എത്ര പേർക്കാണ്? അത് 81 ടീച്ചേഴ്സിനാണ്. നമ്മളുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്നും 81 ടീച്ചേഴ്സാണ് നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് 2025 നേടിയിരിക്കുന്നത്. ദെൻ 81 അവാർഡുകൾ ഇങ്ങനെ തിരിക്കാം, 45 ടീച്ചേഴ്സ് സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്നും, 21 പേര് ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും, 15 പേര് സ്കിൽ എഡ്യൂക്കേഷനിൽ നിന്നും, അങ്ങനെ 81 പേർക്ക്. അപ്പോൾ നമുക്കൊരു 1-2 വീഡിയോയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അവാർഡിൻ്റെ സെക്ഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദെൻ കമൻറ്റ് ചെയ്യാനും ഒക്കെ മടി കാണിക്കേണ്ട. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വീഡിയോസ് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, നമുക്ക് അതിൽ നിന്ന് തപ്പിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതും ചെറിയൊരു ഫീസിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഒരു 100% നമ്മളൊരു ഗ്യാരണ്ടി ഉണ്ട്, നമുക്ക് അത്രയും ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്താൽ തന്നെ നമ്മൾ പഠിപ്പിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണയോ അല്ലെങ്കിൽ ഇത്തവണ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, അടുത്ത തവണത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച കോച്ചിങ്, അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത്രയും ഡിഫിക്കൽട്ട് ആകുമ്പോഴും പാസ് ആവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഹൈംസ് അക്കാഡമി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിലെ ഈ ഒരു കോഴ്സ് നിങ്ങൾ 6 months കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് യാതൊരുവിധ ഡൗട്ടും കൂടാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ആയിത്തീരും. നമ്മൾ ഓരോ സെക്ഷനും പലതവണ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ഒക്കെ കൂടി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ അതിലൊരു മാസ്റ്ററി നേടിയിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.